Hello students, welcome to another online session of corporate regulations. So it is one of the important subject in your fourth semester. Already started the first module and we are moving on the second module of corporate regulation, that is formation of a company, and basic details related with the formation of a company is completed in the last classes. So today we are going to learn a new topic, that is promoter, and who is a company promoter and what are the duties and responsibilities of company promoter. Who is a company promoter or who is a promoter? One who undertakes to form a company with reference to a given project and to set it going, and who takes necessary steps to accomplish that purpose. ഒരു കമ്പനി സ്റ്റാർട്ടപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നെസസറി സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫേം അല്ലെങ്കിൽ കമ്പനി അപ്പോയിന്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെന്ത് പ്രൊമോട്ടർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ദോസ് ഹു അണ്ടർടേക്ക് ടു ഫോം എ കമ്പനി with reference to given projects and to set it going, and who takes necessary step to accomplish that purpose. ഒരു പ്രോജക്റ്റോ അല്ലെങ്കിൽ ഒരു കമ്പനിയോ ഒക്കെ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനാവശ്യമായിട്ടുള്ള നെസസറി സ്റ്റെപ്സും അതിൻ്റെ പർപ്പസും ഒക്കെ അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി അപ്പോയിന്റ് ചെയ്യുന്ന പേഴ്സണിനെയാണ് നമ്മൾ കമ്പനി പ്രൊമോട്ടർ എന്ന് വിളിക്കുന്നത്. Then what are the functions of a promoter? Discovery of new business ideas. Already we know there are different types of business ideas there. There are different types or different sets of business ideas there. When a good promoter is discovering a new business idea to start up the business organization or to start up the company. ഒരു നല്ലൊരു പ്രൊമോട്ടറുടെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ബിസിനസ് ഐഡിയ എന്ത് ചെയ്യുക, ഡിസ്കവർ ചെയ്യുക. അതാണ് ഒരു പ്രൊമോട്ടറിന്റെ ഫസ്റ്റ് ഫംഗ്ഷൻ. കാരണം ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് ബിസിനസ് ഐഡിയാസ് ഉണ്ട്, വെറൈറ്റി ഓഫ് ബിസിനസ് ഐഡിയാസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു മാർക്കറ്റിൽ പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു ബിസിനസ് ഐഡിയാസ് ഡിസ്കവർ ചെയ്യണം. സോ ദാറ്റ്സ് എ മെയിൻ ഫംഗ്ഷൻ ഓഫ് എ പ്രൊമോട്ടർ. ദെൻ സെക്കൻഡ് വൺ ഈസ് ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ. അതായത് നമ്മൾ ഡിസ്കവർ ചെയ്തിരിക്കുന്ന ബിസിനസ് ഐഡിയാസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ആര് നടത്തണം? പ്രൊമോട്ടർ നടത്തണം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് അസംബ്ലിംഗ് റിസോഴ്സസ്. അതായത് നമ്മളൊരു ബിസിനസ് ഐഡിയ ഡിസ്കവർ ചെയ്തു അല്ലെങ്കിൽ ആ മൈൻഡിൽ സെറ്റ് ചെയ്തു, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ ആ ഒരു ബിസിനസ് അല്ലെങ്കിൽ ആ ഒരു കമ്പനി സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് അസംബിൾ ചെയ്യണം. അതായത് എന്തൊക്കെയാണ് ഒരു കമ്പനിയുടെ റിസോഴ്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4M, ദാറ്റ് ഈസ് മാൻ, മണി, മെറ്റീരിയൽ ആൻഡ് മെഷീനറി. ഈ 4Mസും അതായത് ഈ 4M റിസോഴ്സസും എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് അസംബിൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം ഒരു promoter check ചെയ്യണം. Then next one is preparing preliminary documents of the company. There are two preliminary documents of the company. First one is memorandum of association and the second one is articles of association. These two documents are one of the important documents of the business organization or the company. So that's the duty of a promoter to prepare the preliminary documents of the company. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രിലിമിനറി ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ആരുടെ ഫംഗ്ഷനാണ്? ഒരു പ്രൊമോട്ടറിന്റെ ഫംഗ്ഷനാണ്. ദെൻ വാട്ട് യു മീൻ ബൈ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഈസ് ഡീറ്റെയിൽ ഡിസ്കസ്ഡ് ഇൻ അവർ നെക്സ്റ്റ് ചാപ്റ്റർ. മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനും അതേപോലെ തന്നെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷന്റെയും ഡീറ്റെയിൽഡ് വേർഷൻ നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്, അടുത്ത ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. The next one is entering into a preliminary contract. The promoter have the right to entering into a preliminary contract. പ്രൊമോട്ടറിന് എന്തിനുള്ള റൈറ്റ് ഉണ്ട്? ഇതേപോലെയുള്ള ആ ഒരു കമ്പനിയായിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രിലിമിനറി കോൺട്രാക്ട്സിൽ സൈൻ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ എൻറ്റർ ചെയ്യേണ്ടി വരും. അതും ആരുടെ ഫംഗ്ഷനാണ്? ഒരു പ്രൊമോട്ടറിന്റെ ഫംഗ്ഷനാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് നെയിമിംഗ് ദ കമ്പനി. കമ്പനിക്ക് ഒരു നെയിം ചെയ്യുക അല്ലെങ്കിൽ നെയിം കണ്ടുപിടിക്കുക അല്ലെങ്കിൽ നെയിം ഇടുക എന്നുള്ളതും ആരുടെ ഫംഗ്ഷനാണ്? ഒരു പ്രൊമോട്ടറിന്റെ ഫംഗ്ഷനാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് അപ്പോയിന്റ്മെന്റ് ഓഫ് ബാങ്കേഴ്സ്, ബ്രോക്കേഴ്സ്, സോളിസിറ്റേഴ്സ് ആൻഡ് അണ്ടർ റൈറ്റേഴ്സ്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന പേഴ്സൺസിനെയൊക്കെ, അതായത് ബാങ്കേഴ്സിനെ, അതേപോലെ തന്നെ ബ്രോക്കേഴ്സിനെ, പിന്നെ സോളിസിറ്റേഴ്സിനെ, അണ്ടർ റൈറ്റേഴ്സിനെയൊക്കെ അപ്പോയിന്റ് ചെയ്യുക എന്നുള്ളതും ആരുടെ ഫംഗ്ഷനാണ്? ഒരു പ്രൊമോട്ടറിന്റെ ഫംഗ്ഷനാണ്. Then what are the duties of a promoter?
എന്താണ് ഒരു പ്രൊമോട്ടറിന്റെ ഡ്യൂട്ടി? Prepare memorandum and articles of association. Already we said the memorandum and articles of association is one of the important two documents of the company. So the promoter have the right to prepare, or the promoter have the responsibility to prepare memorandum and articles of association. That's a duty of a promoter. Then second one is he should not make any secret profit out of promotion. അതായത് ഒരു പ്രൊമോട്ടർ ഒരിക്കലും എന്തുണ്ടാക്കാൻ പാടില്ല, ഒരു സീക്രട്ട് പ്രോഫിറ്റ് അയാളുടെ പ്രൊമോഷൻ ആക്ടിവിറ്റീസിലേക്ക് കൂടി, നിങ്ങൾ പ്രൊമോട്ടർ എന്ന രീതിയിൽ അയാൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഒരു സീക്രട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പാടില്ല. എന്താണ് സീക്രട്ട് പ്രോഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാണ്. അപ്പോൾ ബിസിനസിന്റെ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നത് എനിക്ക് തന്നെ വേറൊരു സ്ഥലത്ത് പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഉണ്ട്. അപ്പോൾ ആ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ അടുത്ത് നിന്നാണ് നമ്മൾ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, കുറച്ച് വില കൂട്ടിയിട്ടോ അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു പ്രോഫിറ്റ് ഈടാക്കുകയാണെങ്കിൽ, അതായത് എനിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ പാർട്ട്ണർഷിപ്പ് ഫേമിൽ തന്നെ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ ഞാൻ അതിൽ കൂടെ എന്തെങ്കിലും ചെറിയ രീതിയിൽ ഒരു സീക്രട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള സീക്രട്ട് പ്രോഫിറ്റ് മേക്കിംഗ് ഒന്നും ഇവിടെ ഒരു പ്രൊമോട്ടറുടെ ഡ്യൂട്ടി അല്ല. ഹി ഷുഡ് നോട്ട് മേക്ക് എനി സീക്രട്ട് പ്രോഫിറ്റ് ഔട്ട് ഓഫ് പ്രൊമോഷൻ. പ്രൊമോഷൻ എന്ന് പറയുന്ന ഒരു ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് അയാൾ ഒരിക്കലും എന്ത് ഉണ്ടാക്കാൻ പാടില്ല, സീക്രട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പാടില്ല. ദെൻ ഹി ഷുഡ് മേക്ക് ഓൾ ഡിസ്ക്ലോഷർ റിഗാർഡിംഗ്. അതായത് ഒരു പ്രൊമോട്ടറുടെ ഡ്യൂട്ടിയാണ് എന്ത്, എല്ലാം ഡിസ്ക്ലോസ് ചെയ്യുക. അതായത് കമ്പനിയായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ അഫയേഴ്സും എല്ലാ ഡോക്യുമെന്റ്സും എല്ലാ കാര്യങ്ങളും അത് കൺസേൺഡ് അതോറിറ്റീസിന്റെ മുന്നിൽ എന്ത് ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്യുക എന്നുള്ളതും എന്താണ് ഒരു പ്രൊമോട്ടറിന്റെ ഡ്യൂട്ടിയാണ്. സോ ദീസ് ആർ ദ മെയിൻ ഡ്യൂട്ടീസ് ഓഫ് എ പ്രൊമോട്ടർ. ദെൻ documents of a company. So the company documents may be broadly classified as three: memorandum of association, articles of association, and prospectus. So the first document is memorandum of association. It's also known as MOA, that is memorandum of association. It is the main document of the company which define its objects and lays down the fundamental conditions upon which alone the company is allowed to be formed. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ഫണ്ടമെന്റൽ അല്ലെങ്കിൽ മെയിൻ ഡോക്യുമെന്റ്സ് ആണ്. ആ ഡോക്യുമെന്റ്സിൽ എന്താണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ്, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഒബ്ജക്റ്റീവ്സ് എന്താണോ, അല്ലെങ്കിൽ ആ കമ്പനി എന്തിനു വേണ്ടിയിട്ടാണ് ഫോം ചെയ്യുന്നത് എന്നുള്ളത് ഡിസ്ക്ലോസ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് എന്ത്, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഇറ്റ് ഈസ് ദ ചാർട്ടർ ഓഫ് ദ കമ്പനി. അതായത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്തായിട്ടാണ് പറയുന്നത്, ചാർട്ടർ ഓഫ് ദ കമ്പനി. ചാർട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അത്രയും വലിയ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്, അതാണ് ചാർട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് പർപ്പസ് ഈസ് ടു എനാബിൾ ഷെയർ ഹോൾഡേഴ്സ്, ക്രെഡിറ്റേഴ്സ് ആൻഡ് ദോസ് ഹു ഡീൽ വിത്ത് ദ കമ്പനി ടു നോ വാട്ട് എക്സാക്ട്ലി ഇറ്റ്സ് പെർമിറ്റഡ് റേഞ്ച് ഓഫ് ആക്ടിവിറ്റി. അതായത് ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷന്റെ പർപ്പസ്, എന്തിനു വേണ്ടിയിട്ടാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്ന ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിനും ക്രെഡിറ്റേഴ്സിനും അതേപോലെ തന്നെ ഒരു കമ്പനി റിലേറ്റഡ് ആയിട്ട് വരുന്ന എക്സ്റ്റേണൽ പാർട്ടീസിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ എന്താണ് വാട്ട് എക്സാക്ട്ലി ഇറ്റ്സ് പെർമിറ്റഡ് റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസ്, എന്തൊക്കെയാണ് ആ ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ ആ ഒരു റേഞ്ചിൽ വരുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം ഇനാബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷന്റെ മെയിൻ പർപ്പസ്. അതായത് അതിനു വേണ്ടിയിട്ടാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ മെമ്മോറാണ്ടം ഷാൽ കണ്ടെയ്ൻ പ്രിന്റഡ്. അതായത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ത് ഫോമിലായിരിക്കും, പ്രിന്റഡ് ഫോമിലായിരിക്കും. അതായത് ജസ്റ്റ് ഓറലി ഉള്ള ഡോക്യുമെന്റ്സ്, ഓറലി വാക്കാലെ ഉണ്ടാക്കുന്ന കരാറൊന്നുമല്ല മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ പ്രിന്റഡ് ഫോർമാറ്റ്. അത് പ്രിന്റഡ് ഫോർമാറ്റിലായിരിക്കും. ദെൻ ഡിവൈഡഡ് ഇൻ ടു പാരഗ്രാഫ് ആൻഡ് നമ്പേഴ്സ്. അതായത് വെറുതെ ഇങ്ങനെ എഴുതി ഒരു എസ്സേ പോലെ ഇങ്ങനെ എഴുതി പോവുകയല്ല ചെയ്യുന്നത്. അതായത് ദ മെമ്മോറാണ്ടം ഷാൽ ബി ഡിവൈഡഡ് ഇൻ ടു പാരഗ്രാഫ് ആൻഡ് നമ്പേഴ്സ്. അതായത് ഓരോ കണ്ടന്റും ഓരോ പാരഗ്രാഫ് വൈസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. ദെൻ സൈൻഡ് ബൈ ഈച്ച് സബ്സ്ക്രൈബർ. ആ കമ്പനിയായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഓരോ സബ്സ്ക്രൈബേഴ്സും, അതായത് ഷെയർ ഹോൾഡേഴ്സും അതിലെന്ത് ചെയ്തിട്ടുണ്ടാവും, സൈൻ ചെയ്തിട്ടുണ്ടാവും. Then what are the requirements with respect to memorandum? Memorandum of associationന്റെ requirements എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. The first one is name of the company with limited or private limited. അതായത് name of the company with limited or പ്രൈവറ്റ് ലിമിറ്റഡ്. അതായത് കമ്പനിയുടെ നെയിം, അതായത് കമ്പനി ലിമിറ്റഡ് ആണോ
പ്രൈവറ്റ് ലിമിറ്റഡ് ആണോ എന്ന് തിരിയും. ദെൻ രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദ കമ്പനി, കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണെന്നുള്ള കാര്യം മെൻഷൻ ചെയ്യണം. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ കമ്പനി, കമ്പനിയുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യം ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. ദെൻ ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ്, ആ കമ്പനിയിലുള്ള മെമ്പേഴ്സിന്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആണോ അൺലിമിറ്റഡ് ആണോ എന്നുള്ള കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ദെൻ രജിസ്റ്റേർഡ് ഷെയർ ക്യാപിറ്റൽ, അതായത് ഓരോ മെമ്പേഴ്സിന്റെയും ഷെയർ ക്യാപിറ്റൽ, അതായത് രജിസ്റ്റേർഡ് ഷെയർ ക്യാപിറ്റൽ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഡീറ്റെയിൽസ് ഒക്കെ ഒരു മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനിൽ കൊടുത്തിട്ടുണ്ടാവും. സോ ദിസ് ഇസ് the main duty and responsibility of a promoter, and also we discussing what are the contents included in memorandum of association and what I mean by memorandum of association. So this is all about today's session. Thank you for watching this video.